ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയേറ്റ സ്നേഹിക്കപ്പെട്ട സഹോദരരെ, ആഭ്യന്തര കർമ്മി ആത്മീയതയുടെ 63-ാമത്തെ സെഷനാണല്ലോ ഇത്. മൂന്നാം സദനത്തെക്കുറിച്ചുള്ള 7-ാമത്തെ വിചിന്തനവും മൂന്നാം സദനത്തെക്കുറിച്ച് വിശുദ്ധ അമദ്രസ്യ പങ്കുവെക്കുന്ന 2 അധ്യായങ്ങളിൽ 1-ാമത്തെ അധ്യായത്തിൻ്റെ 7-ാമത്തെ ഖണ്ഡികയുടെ അതാണ് നടുഭാഗത്താണല്ലോ നമ്മൾ കഴിഞ്ഞ ദിവസം നിർത്തിയത്. നമുക്കതിൻ്റെ ബാക്കിയിലേക്ക് വരാം. പുണ്യപൂർണ്ണത പ്രാപിക്കാൻ വേണ്ടി എന്ത് ചെയ്യണമെന്ന് അവിടുന്ന് നമുക്ക് പറഞ്ഞു തരുമ്പോൾ സുവിശേഷത്തിലെ ആ യുവാവിനെ പോലെ നമ്മൾ വിഷാദത്തോടെ പിന്തിരിഞ്ഞാൽ അവിടത്തേക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമെന്നാണ് നിങ്ങളുടെ പ്രതീക്ഷ എന്നൊരു ചോദ്യം അമദ്രസ്യ ചോദിക്കുകയാണ്. അപ്പോൾ സുവിശേഷത്തിലെ യുവാവ്, ധനികനായ യുവാവ് അമദ്രസ്യ സൂചിപ്പിച്ചു കഴിഞ്ഞു. ഈശ്വര പക്കലെത്തിയിട്ട് കാര്യം മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ വിഷാദത്തോടെ തിരിച്ചുപോയി. അവിടെ ഈശോയ്ക്ക് വേണ്ടി ഒന്നും ചെയ്യാനില്ല. ഈശോ അവിടെ ഹെൽപ്ലെസ് ആണ്, നിസ്സഹായനാണ്. ഒന്നും ചെയ്യാൻ ഈശോ സഹതാപത്തോടെ അവനെ നോക്കി നിൽക്കുകയാണ്. ഒന്നും ഈശോയ്ക്ക് ചെയ്യാൻ പറ്റുക, കാരണം അവൻ്റെ തീരുമാനമാണ് എന്ന് പറഞ്ഞ പോലെ നമ്മളിവിടെ കഴിഞ്ഞ സെഷനെ മദ്രസ പറഞ്ഞ് കാണുകയുണ്ടായി. ആത്മശോധന, നമ്മളത് ചെയ്യാൻ തയ്യാറാകണം. പരിസ്ഥലന്മാർ സഹായം തേടണം. ആത്മശോധനയുടെ റിസൾട്ടുകൾ നമ്മൾ എളിമയോടെ, യാഥാർത്ഥ്യബോധത്തോടെ അത് അംഗീകരിക്കണം. അതനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താനായിട്ട് നമ്മൾ തയ്യാറാകണം. ഇത് നമ്മളെ തന്നെ നമ്മൾ ശരിക്കും കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയം തന്നെയാണ്. ഇത് മനസ്സിലാക്കി കഴിയുമ്പോൾ നമുക്ക് ഉണ്ടാകാവുന്ന ഒരു പ്രലോഭനം അത് ഭയങ്കര അവഗണിക്കുക എന്നുള്ളതാണ്. നമ്മൾ വീണ്ടും പറയുകയാണ്. അങ്ങനെ നമ്മൾ അവഗണിച്ചാൽ നമ്മൾ ദൈവത്തെ നിസ്സഹായനാക്കുകയാണ്. നമ്മളെ സഹായിക്കാൻ ദൈവത്തിന് പറ്റിയല്ല. ദൈവത്തിന് പറ്റാത്ത കാര്യം ഒന്നുമില്ല എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഗബ്രിയേൽ മാലാഖ പറയും ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. പക്ഷേ മാതാവ് മറിയം, ഇതാ കർത്താവേ, അങ്ങയുടെ ദാസി അങ്ങ് പറഞ്ഞ പോലെ എന്നെ ഭവിക്കട്ടെ എന്ന് പറഞ്ഞെങ്കിലേ ദൈവത്തിൻ്റെ അസാധ്യമായിട്ട് ഒന്നുമില്ലാത്ത ആ ഒരു ദൈവത്തിൻ്റെ പ്രവർത്തനം മറിയത്തിലൂടെ ഫലപ്രപ്പിക്കുന്ന അവസരയ്ക്ക് വരികയുള്ളൂ. മാതാവ് അവിടെ എനിക്കത് പറ്റിയല്ല, ഞാൻ ഒന്നിനും ആലോചിച്ചിട്ട് പിന്നെ പറയാമെന്ന് പറഞ്ഞ് ഗബ്രിയേലിനെ മടക്കി വിട്ടെങ്കിൽ ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല എന്ന് പറഞ്ഞ ആ ഒരു വചനവാഗ്ദാനം അവിടെ പൂർത്തീകരിക്കപ്പെടുകയില്ല. അപ്പോൾ നമ്മുടെ സഹകരണ സമ്മതമില്ലാതെ കാര്യം നടക്കുകയല്ല. അഗസ്തീനോസിൻ്റെ ഒക്കെ പുസ്തകവാക്യം നമുക്കറിയാമല്ലോ. നിൻ്റെ സമ്മതവും സഹകരണം ചോദിക്കാതെ നിന്നെ സൃഷ്ടിച്ച ദൈവം നിൻ്റെ സഹകരണം കൂടാതെ നിന്നെ രക്ഷിക്കുകയില്ല. ആ ദൈവത്തിൻ്റെ കഴിവില്ലായ്മയല്ല, ദൈവം നമുക്ക് വലിയ സിദ്ധി, തൻ്റെ സദൃശ്യവും ഛായയും അനുസരിച്ച് സ്വാതന്ത്ര്യം നമുക്ക് തന്നുകൊണ്ടാണ്. ദൈവം നമുക്ക് നൽകിയ നമ്മുടെ സ്വതന്ത്രം മനസ്സിൽ ദൈവം പോലും ഒരിക്കലും വയലേറ്റ് ചെയ്യുകയില്ല, തകർക്കുകയില്ല. ആ ദൈവത്തിൻ്റെ നന്മയുടെ ഭാഗമാണ്. അപ്പം നമ്മൾ നമ്മുടെ സ്വാതന്ത്ര്യം എടുത്തിട്ട് അങ്ങനെ അങ്ങോട്ട് ആത്മശോധന ചെയ്ത് സ്വയം കുറ്റങ്ങളുടെ കുറവ് കണ്ടുപിടിച്ചിട്ട് അത് വെച്ച് തിരുത്തിക്കൊണ്ട് പോകാൻ അങ്ങനെ എനിക്ക് ഇപ്പോൾ താല്പര്യമില്ല എന്നൊരു സ്റ്റാൻഡ് എടുത്താൽ നമ്മൾ ദൈവത്തെ നിസ്സഹായനാക്കുകയാണ്. അവിടെ പരിശുദ്ധാത്മാവിനോ ഈശോയ്ക്കോ പിതാവായ ദൈവത്തിനോ അതിനപ്പുറത്തേക്ക് അച്ഛന്മാർക്കോ സിസ്റ്റേഴ്സിനോ സഭയിലെ അധികാരികോ ആത്മീയ പിതാവിനോ കുമ്പസാരക്കാർക്കോ വികാരിച്ചനോ മെത്രാനച്ചനോ മാർപ്പാപ്പായ്ക്കോ ഒന്നും നമ്മൾക്ക് വേണ്ടി ചെയ്യാനായിട്ടില്ല. അതൊരവസ്ഥയിലേക്ക് നമ്മൾ പോകും. അത് അമദ്രസ്യ അടിവരിട്ട് പറയുകയാണ്. പുണ്യപൂർണ്ണത പ്രാപിക്കാൻ വേണ്ടി എന്ത് ചെയ്യണമെന്ന് അവിടുന്ന് നമുക്ക് പറഞ്ഞു തരുമ്പോൾ സുവിശേഷത്തിലെ യുവാവിനെ പോലെ നമ്മൾ വിഷാദത്തോടെ പിന്തിരിഞ്ഞാൽ അവിടത്തേക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമെന്നാണ് നിങ്ങളുടെ പ്രതീക്ഷ? നമുക്ക് അങ്ങേ നിരക്കുള്ള സ്നേഹത്തിൻ്റെ അളവനുസരിച്ചാണല്ലോ അവിടുന്ന് പ്രതിഫലം നൽകുക. സ്നേഹത്തിൻ്റെ അളവ്, സ്നേഹം ഉള്ളപ്പോൾ എന്ത് ചെയ്യുന്ന ഈശോ പറഞ്ഞിരിക്കുന്നത്? എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും, വചനം അനുസരിക്കും. അപ്പോൾ സ്നേഹത്തിൻ്റെ അളവ് അനുസരണത്തിലൂടെയാണ് വെളിപ്പെടുന്നത്. അപ്പോൾ സ്നേഹിക്കുന്നു എന്ന് പറയുകയും കർത്താവ് പറയുന്നത് അനുസരിക്കാതിരിക്കുകയും ചെയ്താൽ, കർത്താവെ കർത്താവെ എന്ന് വിളിക്കുകയും പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റാതിരിക്കുകയും ചെയ്യുന്ന വ്യക്തി ദൈവരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. അപ്പോൾ അത് സ്നേഹത്തിൻ്റെ അളവനുസരിച്ച് ദൈവത്തിൻ്റെ പ്രതിഫലം നമ്മിലേക്ക് കടന്നു വരികയുള്ളൂ. ദൈവം ആഗ്രഹിക്കുന്ന നന്മകൾ നമുക്ക് വേണ്ടി വാഗ്ദാനം ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ നമ്മിലേക്ക് കടന്നു വന്ന് ഫലം പ്രകടിപ്പിക്കേണ്ട വരികയുള്ളൂ. അപ്പോൾ നമുക്ക് അങ്ങേ നിരക്കുള്ള സ്നേഹത്തിൻ്റെ അളവനുസരിച്ചാണല്ലോ അവിടുന്ന് പ്രതിഫലം തരിക. സ്നേഹമെന്ന് പറയുന്ന മനസ്സിൽ സങ്കല്പിച്ചാൽ പോരാ, പ്രവൃത്തികൾ കൊണ്ട് പ്രകാശിപ്പിക്കണം. അത് വാക്കുകൊണ്ട് പറഞ്ഞാൽ പോരാ. പ്രവൃത്തിയിലൂടെ വെളിപ്പെടാത്ത വിശ്വാസമല്ല. വിശ്വാസമുണ്ടെന്ന് പറഞ്ഞിട്ട് അത് പ്രവൃത്തി വരുന്നില്ല എങ്കിലും, സക്കരാരിയിൽ ദീപികാരുടെ ഈശോ സർവശക്തനായ ദൈവം സന്നിഹിതനാണെന്ന് പറഞ്ഞിട്ട് പള്ളിക്കകത്ത് കയറി ഒരു ആദരവില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നു, ഒന്ന് കുമ്പിടുക പോലും ചെയ്യുന്നില്ല, ആ ഈശോടൊന്നും മിണ്ടുന്ന പോലുമില്ല, കുർബാന സ്വീകരിക്കാൻ അണയുന്നില്ല, അല്ലെങ്കിൽ അനാദരവായിട്ട് പാപാവസ്ഥയിൽ കുമ്പസാരിച്ചൊന്നുമില്ല, ഒരുങ്ങുന്ന അവസ്ഥയിലല്ലാതെ ചുമ്മാ ഒന്ന് കുർബാന സ്വീകരിക്കുന്നു. ഇങ്ങനെ ചെയ്യുന്നൊരു വ്യക്തിയുടെ പ്രവൃത്തി വഴി അങ്ങേര് പറയുന്നത് ഈ അപ്പം അവിടെ ഇരിക്കുന്നത് ചുമ്മാ ഒരപ്പം മാത്രമാണ്, അത് കാര്യമൊന്നുമില്ല.
ദൈവം ഈശോ ശരീരം അതൊക്കെ ആർക്കറിയാം, എനിക്ക് തോന്നുന്നില്ല. ഞാൻ പിന്നെ വരുന്നതെന്നാ ചോദിച്ചു കഴിഞ്ഞാൽ പള്ളിയിൽ വന്ന് പല കാര്യം ചെയ്യാനുണ്ട്, അച്ഛനെ വിളിച്ചു. അപ്പോൾ എല്ലാവരും പള്ളി ഇടവക്കാരെല്ലാം പള്ളി വരുമ്പോൾ ഞാനെ കൊടുത്ത് വരുന്നത് എൻ്റെ ഒരു സുഖമാണ്, എനിക്ക് തൃപ്തിയാണ്, അതൊരു രസമാണ്, നേരം പോക്കാണ്. അതുകൊണ്ട് ഞാൻ വരും. ഞായറാഴ്ച കുർബാനയ്ക്ക് വന്നതിന് ശരിയാവുകയാണ്, ഞാൻ വരും, അത്രേ ഉള്ളൂ. അപ്പോൾ പ്രവൃത്തി വിശ്വാസം നമ്മൾ ഭാവിക്കുന്നത് ദീപികാരുടെ ഈശോ അവിടെ ദൈവം വസിക്കുന്നു, ദൈവം അവിടെ ഉണ്ട്. പക്ഷേ പ്രവൃത്തി കൊണ്ട് നമ്മളെ വ്യക്തമാക്കുന്നത് എന്താണ്? ആ ദൈവത്തെ ഞാൻ വിശ്വസിക്കുന്നില്ലെന്ന് തന്നെയാണ്. അപ്പോൾ നമ്മൾ വിശ്വാസം എന്ന് പറയുന്നത്, സ്നേഹമെന്ന് പറയുന്നത് അനുസരണത്തിലൂടെയാണ് നമ്മൾ പ്രകടിപ്പിക്കേണ്ടത്, പ്രവൃത്തിയുടെ അനുസരണത്തിലൂടെ. നമ്മൾ ദിവസം പറയുകയാണ്, സ്നേഹമെന്ന് പറയുന്ന മനസ്സ് സങ്കല്പിച്ചാൽ പോരാ, പ്രവൃത്തികൾ കൊണ്ട് പ്രകാശിപ്പിക്കണം. നമ്മുടെ പ്രവൃത്തികൾ തനിക്ക് കൂടിയേ തീരൂ എന്നല്ല നാം വിചാരിക്കേണ്ടത്. അപ്പോൾ നമ്മൾ പ്രവർത്തിക്കുന്നില്ല, ദൈവത്തിനൊന്നും ചെയ്യാൻ പറ്റിയല്ല എന്നുള്ളതല്ല. നമ്മുടെ പ്രവർത്തിയിൽ അവിടുത്തെ കൂടിയേ തീരൂ എന്ന് പറയുന്നത് അവിടെ നിസ്സഹായനാണല്ലോ എന്ന് പറയുമ്പോൾ അവിടുത്തെ കഴിവില്ലായ്മയല്ല, മറിച്ച് നമ്മൾക്ക് ദൈവം നൽകിയ സ്വാതന്ത്ര്യത്തെ അവിടുന്ന് മാനിക്കുന്നു എന്നേ ഉള്ളൂ. അതാണ് തിരിച്ചറിയേണ്ടത്. ആ രീതിയിലാണ് നമ്മുടെ സഹകരണവും സമ്മതവും അവിടത്തേക്ക് പ്രവൃത്തികൾ അവിടത്തേക്ക് ആവശ്യമാണ്. കൂടിയേ തീരൂ എന്ന് പറയുമ്പോൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ പ്രവൃത്തികൾ തനിക്ക് കൂടിയേ തീരൂ എന്നല്ല നമ്മൾ വിചാരിക്കേണ്ടത്. മനസ്സിൻ്റെ ദൃഢനിശ്ചയമാണ് അവിടെ നമ്മളിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. കൃപാപരം അവിടുന്ന് സൗജന്യമായിട്ട് തരുന്നതാണ്, അവിടുത്തെ ദാനമാണ് വരദാനങ്ങളെല്ലാം. പക്ഷെ അത് സ്വീകരിക്കണമെങ്കിൽ ദാനമാണ് എങ്കിലും അതിനുള്ള ഒരു സന്നദ്ധത, ആഗ്രഹം, പരിശ്രമം, അന്വേഷണം നമ്മൾ നടത്തണം. അന്വേഷിക്കുകയും കണ്ടെത്തും, മുട്ടുകയും തുറക്കപ്പോഴും ചോദിക്കുകയും ലഭിക്കും, അല്ലാത്തവർക്ക് അത് കിട്ടത്തില്ല. അപ്പോൾ കൃപ ദാനമാണ്, പക്ഷെ അത് നമ്മുടെ ഭാഗത്തുനിന്ന് ഈ ഒരു പ്രവൃത്തിയിലൂടെയാണ് നമ്മൾ സ്വന്തമാക്കേണ്ടത്. അതാണ് മത്തായി അവിടെ സൂചിപ്പിക്കുന്നത്. മനസ്സിൻ്റെ ദൃഢനിശ്ചയമാണ് അവിടെ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ദൃഢനിശ്ചയം എന്തിനാണ്? നമ്മൾ കഴിഞ്ഞ അധ്യായങ്ങൾ കണ്ടതാണ്. ദൃഢനിശ്ചയത്തോടെ മുന്നേറണം. രണ്ടാമത്തെ സദനത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട വിഷയം അതായിരുന്നു. സ്ഥിരതയോടെ, ദൃഢനിശ്ചയത്തോടെ മുന്നോട്ട് പോവുക തന്നെ ചെയ്യണം, പുറകോട്ട് പോകരുത് എന്നുള്ളതായിരുന്നു ദൃഢനിശ്ചയം. എന്ത് വന്നാലും കർത്താവിൽ ഞാൻ പുറകോട്ട് പോവില്ല, അവിടുത്തെ ഇട്ടിട്ട് ഞാൻ മാറില്ല. റോമ 8 അവസാന വാക്യം അപ്പസ്വരം പറയല്ലേ, പാപം എന്ന കർത്താവിൻ്റെ സ്നേഹത്തിൽ തന്നെ വേർപെടുത്താൻ ഒന്നിനും സാധിക്കില്ല. പീഡനമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ എന്തുവാട്ടെ, ഇപ്പോഴുള്ള വരാനിരിക്കുന്ന ആധിപത്യങ്ങളോ അധികാരികളോ ഒന്നും അവിടുത്തെ പകർന്ന് വേർപെടുത്താൻ ഞാൻ സമ്മതിക്കുകയില്ല, എനിക്ക് ഉറപ്പുണ്ട്. അങ്ങനെ ഈശോയ്ക്ക് വേണ്ടി നിൽക്കുകയാണ് അപ്പസ്തോലൻ. അപ്പം അങ്ങനത്തെ ഒരു ദൃഢനിശ്ചയത്തിൻ്റെ മനോഭാവം നമുക്ക് വേണം. മത്തായി പറയുകയാണ് 8-ാമത്തെ ഖണ്ഡിക, സ്വമനസാ തന്നെ സഭാവസ്ത്രം സ്വീകരിക്കുകയും ലോകവസ്തുക്കളെയും നമുക്ക് സ്വന്തമായ സർവ്വത്തെയും, അത്രയും എഴുതിയിട്ട് മദ്രസ ഒരു ബ്രാക്കറ്റ് കൊടുക്കുകയാണ്. വിശുദ്ധ പത്രോസിൻ്റെ വല പോലെ അല്പം നമുക്കുള്ളത് കൊടുത്താൽ നമ്മുടെ സമസ്തവുമായി അവിടുന്ന് സ്വീകരിച്ചു കൊള്ളുമെങ്കിലും, ബ്രാക്കറ്റിൽ പറയുക, അത്ര ബ്രാക്കറ്റിൽ. അപ്പോൾ നമുക്കുള്ള സ്വന്തമായ സർവ്വത്തെയും ദൈവത്തിന് വേണ്ടി ഉപേക്ഷിക്കുകയും ചെയ്തത് കൊണ്ട് നമ്മുടെ കർത്തവ്യമെല്ലാം തീർന്ന് നമുക്ക് തോന്നാം. ഇപ്പോൾ മടത്തി വന്ന സിസ്റ്റേഴ്സ് അവർ സഭാവസ്ത്രം സ്വീകരിച്ചു, അവരുടെ വീട്ടിലെ അവകാശങ്ങളും കുടുംബാംഗങ്ങളെല്ലാവരും ഉപേക്ഷിച്ചു കയറി വന്നിരിക്കുകയാണ്. ഈ ഒരു സമർപ്പണം കൊണ്ട് മാത്രമായില്ല, അതൊരു ആരംഭിക്കലാണ്. ആരംഭിച്ചുകൊണ്ട് മാത്രമായാലും അത് പകുതിയാണ്. നന്നായിട്ട് ആരംഭിച്ചാൽ പകുതി അല്ലേ, വെൽ ബിഗൺ ഹാഫ് ഡൺ. പക്ഷേ ആ ആരംഭിച്ചത് പിന്നെ മുന്നോട്ട് കൊണ്ടുപോകണം. പലപ്പോഴും പറയാറുണ്ട്, കല്യാണം കഴിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, അങ്ങനെ കഴിച്ച കല്യാണം, വിവാഹം, ജീവിതം ഒന്ന് അവസാനം വരെ ദൈവം ആഗ്രഹിക്കുന്നതിന് പൂർത്തീകരിക്കുക എന്ന് പറയുന്നതാണ് ബുദ്ധിമുട്ട്. അല്ലെങ്കിൽ മറുവശത്ത് അച്ഛനാകാൻ ഒരുത്തി പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. സെമിനാരിൽ ചേർന്നു, കുരുത്തക്കേടൊന്നും കാണിക്കാതെ അങ്ങനെ നിയമം അനുസരിച്ച് ചിട്ടയടങ്ങ് പോയാൽ ഇത്ര വർഷം കഴിയുമ്പം അച്ഛനായിട്ട് പുറത്തു വരും. അങ്ങനെ അച്ഛനാകാനായിട്ട് വലിയ ബുദ്ധിമുട്ടില്ല ഒരുത്തി പറഞ്ഞാൽ. പക്ഷേ ആ അച്ഛനായി കിട്ടിയ ജീവിതം പിന്നെ മരണം വരെ ആ ഒരു അഭിഷേകത്തിൽ നമ്പരാൻ പ്രതീക്ഷയ്ക്കൊപ്പം ജീവിക്കുക എന്ന് പറയുന്നത് നിസ്സാരമല്ല. എന്ന് പറഞ്ഞ പോലെ ഇവിടെ നിങ്ങൾ സ്വഭാവസ്ത്രം സ്വീകരിച്ചു, അതിന് വേണ്ടിയിട്ട് കുടുംബത്തിൽ നിന്നെല്ലാം വിട്ട് ഉപേക്ഷിച്ച് വന്നു, അതുകൊണ്ട് എല്ലാം ആയെന്ന് വിചാരിക്കരുത്. ഇപ്പോൾ ഉദാഹരണം മദ്രസ പറയുന്നത്, പത്രോസിനെ വിളിച്ച പത്രോസ് എന്നാ ചെയ്തു? അങ്ങേർക്ക് ആകപ്പാടെയുള്ള വള്ളവും വലയും ജോലിക്കാരനുമാണ്, അത് ഉപേക്ഷിച്ചു. അതൊരുത്തി പറഞ്ഞാൽ ഇത്ര നിസ്സാരമായ കാര്യമേ ഉള്ളൂ, പക്ഷെ അങ്ങേർക്കുള്ളത് അതാണ്. അങ്ങനെ അത് ഉപേക്ഷിച്ചു. അതുകൊണ്ട് മാത്രം എല്ലാം ആയെന്ന് വിചാരിക്കരുത്. അതൊരാരംഭമാണ്, നല്ല ആരംഭം തന്നെ. അപ്പം എല്ലാ കർത്തവ്യങ്ങളും തീർന്ന് നമുക്ക് തോന്നാം. മദ്രസ പറയുകയാണ്, തീർന്നില്ല. ആദ്യത്തെ മുറികളിലെ ദുഷ്ടചിന്തകളുടെ കൂട്ടത്തിലേക്ക് തിരിച്ചു പോകാതെ, അഭിലാഷത്താൽ മാത്രമായിരുന്നാൽ പോലും തിരിച്ചു പോകരുത്. നാം പ്രവേശിച്ച അന്തസ്സിൽ നിലനിൽക്കുന്ന പക്ഷം അത് നല്ലൊരു മനോഭാവമാണ്. തിരിച്ചു പോകരുത്. പത്രോസിന് ഉദാഹരണം മദ്രസ പറഞ്ഞല്ലോ. പത്രോസ് തിരിച്ചു പോക്ക് പോകുന്നുണ്ട്, നമ്മൾ കണ്ടതാണ്. യോഹന്നാൻ 21 തിബേരിയസ് കടൽത്തീരത്ത് ഈശോ കണ്ടുമുട്ടുന്ന രംഗം. അതിനു മുമ്പ് ഞാൻ മീൻ പിടിക്കാൻ പോവുകയാണ്, എടുത്തൊരു ചാട്ടം. മദ്രസ നേരെ സൂചിപ്പിച്ച് കഴിഞ്ഞു. പെട്ടെന്ന് നമ്മുടെ പഴയ ശീലങ്ങളുടെ ഓർമ്മ വന്നിട്ട് നമ്മളെ അങ്ങോട്ട് പിടിച്ച് വലിക്കുന്നു. അത് വെച്ച് നമ്മൾ പടരുതി പോകാനുള്ള ഒരു പ്രേരണയ്ക്ക് അടിപ്പെട്ട് പോകുന്ന ഒരു അപകടമാണ് മദ്രസ പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇങ്ങനെ തിരിച്ചു പോകാനിട വരരുത്.
അപ്പോൾ പത്രോസ് വല ഉപേക്ഷിച്ചെങ്കിലും പിന്നെ വലയെടുത്ത് വള്ളമെടുത്ത് മീൻ പിടിക്കാൻ പോയി, ഒരു ഉപകാരം ഉണ്ടായില്ല, അങ്ങനെ അവസാനിച്ചു. പിന്നെ വീണ്ടും തിരുത്തിയെടുത്ത് വീണ്ടും ഈശോ അനുഗമിച്ചുകൊണ്ട് പോരുകയാണ്. ഈശോയുടെ കാരുണ്യത്തിൽ ഈശോ അതിന് അവസരം കൊടുത്തു. ഇതുപോലെ നമ്മൾ ഇട്ടിട്ട് തിരിച്ചു പോകരുത്, ആരംഭിച്ചതിൻ്റെ ബാക്കി മുന്നോട്ട് നീങ്ങണം. പ്രവേശിച്ച അന്തസ്സിൽ നിലനിൽക്കുന്ന പക്ഷം നല്ല മനോഭാവമാണ്. ശിഷ്യനോട് പറയുമ്പോൾ അവരുടെ സമർപ്പണ സന്യാസ ജീവിത അന്തസ്സിനെ കുറിച്ചാണ് സൂചന. അപ്പോൾ നമ്മൾ ആത്മീയത്തിൽ കയറി വന്നു, 3 സ്ഥലം വരെ എത്തി, നവീകരണത്തിൽ വന്നു, അഭിഷേകത്തിൽ വന്നു, അല്ലെങ്കിൽ കൃപാവരങ്ങൾ അറിഞ്ഞു, വചനത്തിൻ്റെ കരുത്ത് മനസ്സിലായി, വിസ്താരമായ സാന്നിധ്യം കിട്ടി, കുതാശൈവത്തിൻ്റെ സഭയുടെ കൂട്ടായ്മയുടെ മനോഹരത എല്ലാം മനസ്സിലാക്കി. അത് പിന്നെ തിരിച്ചു പോകരുത്, ഇട്ടിട്ട് കളയരുത്, മുന്നോട്ട് തന്നെ നമുക്ക് പോകണം. അങ്ങനെ നിലനിൽക്കുന്നത് വലിയൊരു കാര്യമാണ്, നല്ല മനോഭാവമാണ്. ആ ത്യാഗബുദ്ധിയിലും ആത്മാർപ്പണത്തിലും സ്ഥിരത പാലിക്കുമെങ്കിൽ നാം നമ്മുടെ ലക്ഷ്യം പ്രാപിക്കും എന്നതിന് സംശയമില്ല. അപ്പം ഇത് ഒരു ആത്മാർപ്പണമാണ് നടത്തിയത്, ഒരു ത്യാഗ സന്നദ്ധത അവിടെ ഉണ്ടായിരുന്നു. പത്രോസ് വള്ളവും വലയും ഉപേക്ഷിച്ചപ്പം ഒരു ത്യാഗമുണ്ട്. തനിക്കുള്ളതെല്ലാം ഉപേക്ഷിച്ചു. പിന്നെ അദ്ദേഹം പറയുന്നുണ്ട്, കർത്താവ് ഞങ്ങളെല്ലാം ഉപേക്ഷിച്ച് തന്നെ അനുഗമിച്ചിട്ട് ഞങ്ങൾക്ക് എന്താ കിട്ടുക? അപ്പോൾ എല്ലാം ഉപേക്ഷിച്ചു എന്നുള്ള ആ ഒരു പ്രവൃത്തി അദ്ദേഹം ചെയ്തതാണ്. അതിൻ്റെ പിന്നിൽ ഒരു വലിയ ത്യാഗമുണ്ട്. കൊച്ചുനാൾ മുതൽ ചെയ്തിരുന്ന ജീവനമാർഗമാണ്, ഇഷ്ടപ്പെട്ട ജോലിയാണ്, അത് മുഴുവൻ അതിൻ്റെ ഉപകരണം വള്ളവും വലയും അതെല്ലാം ഉപേക്ഷിച്ചിട്ട് വന്നു. അതൊരു വലിയ ത്യാഗബുദ്ധി ആത്മാർപ്പണമാണ്. പക്ഷേ അതിന് മുന്നോട്ട് പോകണം, അത് പുറകോട്ട് പോകരുത്. അപ്പോൾ അങ്ങനെ സ്ഥിരത പാലിക്കണം. അപ്പോൾ ഇനിയും ത്യാഗങ്ങൾ കൂടുതൽ ചെയ്ത് ആത്മാർപ്പണത്തിൽ ആഴപ്പെട്ട് അങ്ങനെ മുന്നോട്ട് വന്നാൽ നമ്മൾ ലക്ഷ്യം പ്രാപിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല നമ്മൾ പറയുകയാണ്. എന്നാൽ ഞാൻ നിങ്ങളോട് ഗുണദോഷിക്കുന്നു, വിശുദ്ധ പൗലോസ് അതോ ക്രിസ്തുനാഥനോ പറഞ്ഞിട്ടുള്ളതുപോലെ നാം പിടിപ്പില്ലാത്ത പരിജനങ്ങളാണെന്ന് ആത്മന കരുതുകയും മേൽപ്പറഞ്ഞ തരം അനുഗ്രഹങ്ങൾ തരുവാൻ നമ്മുടെ കർത്താവിൻ്റെ മേൽ യാതൊരു ബാധ്യതയും നാം ചുമത്തിയിട്ടില്ലെന്നും മനസ്സിലാക്കുകയും വേണം. അമദ്രേസ്യ ഇവിടെ പറയുന്ന കാര്യം പൗലോസ് അപ്പോസ്തലനല്ല, ഈശോയാണ് പറഞ്ഞത്. ഇവിടെ പ്രസാധകർ അടിക്കുറിപ്പ് എഴുതിയിട്ടുണ്ട്. ലൂക്ക 17:10 ഞങ്ങൾ പ്രയോജനമില്ലാതെ വേലക്കാരാണ് എന്ന് പറയാൻ കർത്താവ് പഠിപ്പിച്ചു. ആജ്ഞാപിക്കപ്പെട്ടതെല്ലാം ചെയ്തതിന് ശേഷം ഞങ്ങൾ പ്രയോജനമില്ലാത്ത ദാസന്മാരെന്ന് പറഞ്ഞാൽ മതി എന്ന് പറയണം. അത് അമദ്രേസ്യ ഞാൻ നേരത്തെ സൂചിപ്പിച്ചാണ്. നമുക്ക് ഇന്ന് വചനമൊക്കെ എന്തുമാത്രം എല്ലാവർക്കും സ്വന്തമായിട്ട് ബൈബിൾ എത്ര കോപ്പി വാങ്ങിക്കാനുണ്ട്, നമ്മുടെ സ്വന്തം ഭാഷയിൽ വായിച്ചറിയാൻ ഉണ്ട്, കേൾക്കാനുണ്ട്, ഓഡിയോ ബൈബിളുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ അമദ്രേസ്യയുടെ കാലഘട്ടത്തിൽ വിദേശ ഭാഷയിൽ ലത്തീനിലോ ഗ്രീക്കിലോ ഒക്കെയുള്ള ബൈബിളേ ഉള്ളൂ. അത് വാങ്ങിക്കാൻ കിട്ടാനായിട്ടില്ല. സ്വന്തമായിട്ട് ബൈബിൾ അമദ്രേസ്യ ഒരിക്കലും ഉണ്ടായിരുന്നു പോലും കാണുകയില്ല. അപ്പോൾ അവിടെ ഇവിടെയും പ്രസംഗത്തിലും ഒക്കെ അച്ഛന്മാർ പങ്കുവെക്കുന്നതോ അങ്ങനെയൊക്കെ അല്ല പുസ്തകം വായിച്ച് കേൾക്കുന്നതോ ഒക്കെയുള്ള വചനപരിചയം ഉള്ളൂ. അത്രയും നിസ്സാരമായിട്ട് കിട്ടിയ വചനത്തിൻ്റെ വിത്തുകളാണ് അമദ്രേസ്യയെ പോലെയുള്ളവരൊക്കെ പഴയ കാലഘട്ടങ്ങളിൽ ഇതുപോലെ ആഴപ്പെടുത്തി വളർത്തിയെടുത്ത് ഫലം പുറപ്പെടുവിച്ച് നമ്മൾ ഓർമ്മിക്കണം. അപ്പോൾ ഇവിടെ അമദ്രേസ്യ പറയുകയാണ്, നാം പിടിപ്പില്ലാത്ത ദാസരാണ് എന്ന് ആത്മന കരുതണം. അതുകൊണ്ട് കർത്താവിൻ്റെ പക്കൽ നിന്നും നല്ല അഭിഷേകത്തിൻ്റെ അനുഭവം, കൃപാവരങ്ങൾ, ആത്മീയ കത്തൽ, ആത്മീയ രുചി ഇതെല്ലാം ഇപ്പം തന്നെ കിട്ടാൻ എനിക്ക് അവകാശമുണ്ടെന്നുള്ള ഒരു ചിന്ത എടുക്കരുത്. നമ്മൾ എന്തുമാത്രം അധ്വാനിച്ചാലും ഒന്നും ആയിട്ടില്ല നമ്മൾ തിരിച്ചറിയണം. നമ്മൾ പറയുകയാണ്, നേരെ മറിച്ച് നമ്മളാണ് അങ്ങേ പക്കൽ നിന്ന് സ്വീകരിക്കുന്നതിൻ്റെ അളവനുസരിച്ച് അധികം അവിടുത്തെ നേർക്ക് കടക്കാരായി തീരുന്നത് എന്നുള്ള തിരിച്ചറിവെടുക്കണം. പണ്ട് അമേരിക്കയിലെ ജോൺ എഫ് കെന്നഡിയുടെ പ്രസംഗത്തിൽ പറയുന്നിട്ടുള്ള, അമേരിക്ക നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന് ചിന്തിക്കാതെ നിങ്ങൾ അമേരിക്കയ്ക്ക് വേണ്ടി എന്ത് ചെയ്തു ചിന്തിക്കണം എന്ന് പറയുന്നൊരു മനോഭാവം. നമ്മൾ ദൈവത്തിന് വേണ്ടി എന്ത് ചെയ്തു എന്നുള്ളതിനെ കണക്ക് വെച്ചിട്ട് ദൈവം നമുക്ക് വേണ്ടി ചെയ്യുന്നില്ല എന്നുള്ള പരാതിയിലേക്ക് പോകാതെ, ദൈവം നമുക്ക് വേണ്ടി എന്തുമാത്രം ചെയ്തു, എനിക്കിനി എന്തുമാത്രമാണ് ഇനി ഞാൻ ചെയ്യേണ്ടത്, അപ്പം നമ്മൾ ചെയ്യേണ്ടതിനെക്കുറിച്ചുള്ള ഒരു ചിന്തയിലേക്ക് കയറി വരണം എന്ന് അമദ്രേസ്യ പറയുകയാണ്. ഇത്രമാത്രം ഔദാര്യമുള്ള ദൈവത്തിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? അവിടുന്ന് നമുക്ക് വേണ്ടി മരിച്ചു, നമ്മെ സൃഷ്ടിച്ച് പരിപാലിച്ചു വരുന്നു. നമുക്ക് ചെയ്ത ശുശ്രൂഷയ്ക്ക്, ഈ പദം ഉപയോഗിക്കാൻ എനിക്ക് മനസ്സില്ലെങ്കിലും അതാണ് പരമാർത്ഥം. ഭൂമിയിൽ ഒന്നിച്ച് വസിച്ച കാലം അത്രയും അവിടെ ചെയ്തത് മറ്റൊന്നുമല്ലല്ലോ, ശുശ്രൂഷയാണല്ലോ. അപ്പോൾ അവിടുന്ന് നമുക്ക് ചെയ്ത ശുശ്രൂഷയ്ക്ക് പകരം എന്തെങ്കിലും ചെയ്യാൻ നമുക്കുള്ള കടമയുടെ ഒരംശമെങ്കിലും നിറവേറ്റുവാൻ നമുക്ക് സാധിക്കുന്നെങ്കിൽ അതൊരു മഹാഭാഗ്യമായി നാം ഗണിക്കേണ്ടതല്ലയോ? പിന്നെയും ഉപരി അനുഗ്രഹങ്ങളും ആനന്ദ അനുഭൂതിയും വേണമെന്ന് പറയുന്നത് ഉചിതമാണോ? അപ്പോൾ നമുക്ക് ശുഷ്കത അനുഭവപ്പെടുന്നതിനെക്കുറിച്ച് അമദ്രേസ്യ പറഞ്ഞ എളിമയുടെ മനോഭാവം എടുക്കണം. ഒരു പരാതിയില്ലാതെ ഈശോ നമുക്ക് വേണ്ടി എന്തുമാത്രം ചെയ്ത് ഓർമ്മിച്ച്, ദൈവം നമുക്ക് വേണ്ടി ചെയ്തത്, ഈശോ ഭൂമിയിലായിരുന്നപ്പം നമുക്ക് എന്തുമാത്രം ശുശ്രൂഷ ചെയ്തു. ആ ശുശ്രൂഷ എന്ന വാക്ക് ഉപയോഗിക്കാൻ അഭംഗിയാണെന്ന് അമദ്രേസ്യ തോന്നുന്നുണ്ട്. അമദ്രേസ്യ പറയാം, അവിടെ ചെയ്തത് അത് തന്നെയാണല്ലോ. മത്തായി 20:28 ഞാൻ ശുശ്രൂഷിക്കാനും അനേകർക്കും മോചനദ്രവ്യമായി സ്വന്തം അർപ്പിക്കാൻ വേണ്ടി വന്നിരിക്കുന്ന ഈശോ പറയാൻ നമുക്കറിയാം.
അപ്പോൾ അങ്ങനത്തെ എന്തുമാത്രം ശുശ്രൂഷ അവിടുന്ന് നമുക്ക് വേണ്ടി ചെയ്തത്. അവിടുന്ന് ഭൂമിയിൽ വന്ന് മനുഷ്യനായിട്ട് പിറന്ന് വളർന്ന് ജീവിച്ച് സുവിശേഷം പ്രസംഗിച്ചു. 3 വർഷക്കാലം മുഴുവൻ ചുറ്റി നടന്ന് പലപ്പോഴും തലചായ്ക്കാൻ ഇടമില്ലാതെ, ഭക്ഷണം കഴിക്കാൻ മാർഗ്ഗമില്ലാതെ അത്ഭുതങ്ങൾ പ്രവർത്തിച്ച് അടയാളം കാണിച്ചു കൊടുത്തു, രോഗശാന്തി കൊടുത്തു, വിടുതൽ കൊടുത്തു, പിന്നെ പീഡ സഹിച്ചു. അങ്ങനെ കുരിശിൽ മരിച്ച് വിശുദ്ധ കുർബാന സ്ഥാപിച്ചു, അപ്പസ്തലന്മാരെ നിയോഗിച്ച് അധികാരം കൊണ്ട് സഭയുണ്ടാക്കി. എന്തെല്ലാം നമുക്ക് വേണ്ടി അവിടെ ചെയ്തു. എന്നിട്ട് വീണ്ടും പരിശുദ്ധാത്മാവായിട്ട് തുറന്നുകൊണ്ടേയിരിക്കും സഭയിൽ. സീറോ മലബാർ കുർബാനത്തിൽ പറയുന്ന പോലെ സകല സൗഭാഗ്യങ്ങളും സഹായങ്ങളും നിറഞ്ഞ് മുടിചോടി നിൽക്കുന്ന സഭയിൽ ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു. അങ്ങനെ സ്തുതിക്കേണ്ടവരാണ് നമ്മൾ. അപ്പോൾ ദൈവം നമുക്ക് വേണ്ടി ചെയ്ത വലിയ കാര്യങ്ങൾ നിരന്തരം ഓർമ്മിച്ച് നമ്മൾ ഇത്ര അധ്വാനിച്ചു, ഇത്ര നോയമ്പെടുത്ത്, ഇത്ര ധ്യാനം കൂടി, ഇത്രയും കൊന്ത ചൊല്ലി, ഇങ്ങനെയുള്ള കണക്ക് പറഞ്ഞുകൊണ്ട് നിൽക്കരുതേ എന്ന് നമ്മത്രസ്യ പറയുകയാണ്. ശുഷ്കതയും മടുപ്പും ഒക്കെ അനുഭവപ്പെട്ട് നിർത്തും. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ മിശിഹായുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിൻ്റെ അവർണ്ണനീയമായ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ നിരന്തരമായ സാന്നിധ്യ സഹവാസവും സ്നേഹമുള്ള സഹോദരങ്ങളെ നാം ഓരോരുത്തരോടും കൂടെ എല്ലാ ആത്മീയ പരിശ്രമങ്ങളും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.